അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ് കേട്ടോ. എന്നുവെച്ചാൽ അധികം ഞാൻ കൃഷി ചെയ്തിട്ടും അങ്ങനെയെല്ലാം ആണല്ലോ ഇടുന്നത്. അപ്പോൾ പാട്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാട്ടും പാടുന്നതാണ്. അപ്പോൾ പാട്ട് പാടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് പാട്ട് പാടാൻ ചെറുതിലേ ഉള്ളൊരാഗ്രഹമാണ്. ഒരു പാട്ട് പാടാനുള്ള ഭയങ്കര ഒരാഗ്രഹമാണ്. ചെറുപ്പത്തിലേ ഉള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് പാട്ട് അങ്ങനെ പാടാനുള്ള അവസരം എവിടെയും കിട്ടിയിട്ടില്ല. ചെറുതിലൊന്നും അങ്ങനെയുള്ളൊരിതില്ല. ആ സമയത്തൊന്നും ഉണ്ടായാലും നമ്മളൊന്നും ഒരു ഉൾനാട് പ്രദേശത്ത് അങ്ങനെ ജനിച്ച് വളർന്നതായതുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ പാട്ട് പാടാനോ അങ്ങനെയൊന്നും പോകില്ല. പക്ഷേ ഇത് ഏത് സമയത്തും എനിക്ക് പാട്ടാണ്. എൻ്റെ വായിൽ എപ്പോഴും പാട്ട്. ഒന്നിച്ച് കളിക്കുന്ന കുട്ടികളെല്ലാം പറയും, നീ എന്നാൽ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടുന്നതെന്ന്. അല്ലാതെ എൻ്റെ വീട്ടുകാർക്കൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറച്ച് 10-16 വയസ്സാകുമ്പോൾ തന്നെ അവർ കല്യാണം കഴിച്ചയച്ച്, പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ നമ്മൾ പാട്ട് പാടാനൊന്നും പോകില്ലല്ലോ. അപ്പം അങ്ങനെ ഏത് സമയത്തും ഈ പാട്ട് പാടാൻ പറ്റാത്തതിലും സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തതിലും എന്താ പറയുക, എപ്പോഴും അങ്ങനെ ഒരു ഭയങ്കര ഒരു ദുഃഖം തന്നെയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കൊല്ലമായി ഇപ്പോൾ പല പരിപാടിയും നാട്ടിലെല്ലാം ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ ഓണാഘോഷ പരിപാടി, അങ്ങനെ കർഷക ദിനം കൃഷിഭവനിൽ അതെല്ലാം നമുക്ക് അടുത്താണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടിക്ക് പോയാൽ അങ്ങനെ പാട്ട് പാടും. അപ്പോൾ എല്ലാവരും പറയും, നല്ല ശബ്ദമാണ്, നല്ല പാട്ട്, ഇത് എപ്പോഴും പാടണം, എവിടെ ഒരു അവസരം ഉണ്ടെങ്കിലും പാടണം, അങ്ങനെയെല്ലാം ആൾക്കാർ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും പറയുക. അപ്പോൾ ജനങ്ങളെ നല്ലൊരു സപ്പോർട്ടുണ്ട് എനിക്ക്. അങ്ങനെ അതൊരു കൊല്ലത്തിലൊരിക്കൽ അങ്ങാറ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞു, ചെറിയ മക്കൾ പറഞ്ഞു, മക്കൾ അവർക്ക് വലിയ ഇതാണ് അമ്മമ്മ പാട്ട് പാടുന്നതിനെല്ലാം. അവർ പറഞ്ഞു, അമ്മമ്മക്ക് ഫേസ്ബുക്ക് ആക്കി തരാം, അമ്മമ്മ വലിയൊരു ഫോൺ വാങ്ങ്, അങ്ങനെ അമ്മമ്മേൻ്റെ പാട്ട് പാടിയിടാലോ. അങ്ങനെ അവരെല്ലാം മക്കളെ ഭാര്യമാരും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ട് പാട്ട് പാടിയിട്ട് അവർ തന്നെയാണ് ഫേസ്ബുക്കിലിടുക. എനിക്കങ്ങനെ അറിയുന്നില്ല. ഇപ്പം എന്നെ പഠിപ്പിച്ച് തന്നിട്ട് അങ്ങനെ ഞാനിടും. പക്ഷേങ്കിൽ അങ്ങനെ ഫേസ്ബുക്കിൽ കുറേ പാട്ട് പാടിയിട്ട് പിന്നെ അവർ പറഞ്ഞു, ഇനി യൂട്യൂബ് ആക്കണം, യൂട്യൂബിൽ പാടിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് ആണ് ഞാൻ യൂട്യൂബിൽ പാട്ട് പാടി ഇടുന്നത്. അപ്പോൾ പാട്ട് മാത്രം പാടി ഇടണ്ടെന്ന് വെച്ചാൽ ഞാൻ കൃഷിയും ചെയ്യുന്നതാണല്ലോ. എപ്പോഴും എല്ലാ കൃഷിയും ചെയ്യും. കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടി എൻ്റെ ദുഃഖത്തിലും ഞങ്ങൾക്ക് പാട്ടാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കഴിവ് കുറച്ചാളെങ്കിലും അറിയണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെയാണ് യൂട്യൂബിലും എല്ലാം പാടിയിടാൻ തുടങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ ഓരോ പാട്ട് നല്ലതായിരിക്കും. എല്ലാ പാട്ടൊന്നും അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കാതെ കൊണ്ട് പാടുന്നതല്ലേ. അപ്പോൾ സംഗീതം മ്യൂസിക്കെല്ലാം ഇട്ടിട്ടെല്ലാം പാടാനും അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് സാധാരണ ഒരു ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തിട്ട് പാടിയിടുന്നതാണ്. പാട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. എപ്പോഴും എൻ്റെ എപ്പോഴാണ് ശബ്ദം ഇല്ലാണ്ടാകുന്ന അത്ര വരെയും എനിക്ക് ഈ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പാട്ട് അത്ര നല്ലതായിട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു സ്കൂളിൽ പോലും പോകാതെ കണ്ട് ആ ഒരു എന്താ പറയുക, പാട്ടിനോടുള്ളൊരു താല്പര്യം അങ്ങനെ ഇത്രയെങ്കിലും എനിക്ക് പാടാൻ സാധിച്ചു. ഒന്നുമില്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊന്നും പാടിയിടുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ അങ്ങനെയെല്ലാം പാടിയിടാൻ സാധിച്ചു, നല്ലതായാലും മോശമായാലും. അപ്പോൾ എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാകണം, സബ്സ്ക്രൈബും ലൈക്കും എല്ലാം തരണം. അപ്പോൾ ഞാൻ ഇന്നൊരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇനിയും തുടർന്ന് എനിക്ക് പാട്ട് തന്നെയാണ് പാടണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. പക്ഷേ അത്രയധികം പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഓരോ മത്സരത്തിന് ഞാൻ ഓരോ പാട്ട് പഠിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ അധികം പാട്ടൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു പാട്ട് പാടാൻ പോകുന്നുണ്ട്. അതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് എന്നെ സഹായിക്കണം.
അപ്പോൾ ഞാൻ പാടാൻ തുടങ്ങുന്നതാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ, മതിയാവും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ, ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ, ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. താങ്ക് യു.